സകല മുഖമൂടികളും അഴിഞ്ഞു വീഴുകയാണ്. ആരുടെ എന്നല്ലേ? കേരളത്തിലെ ബി.ജെ.പിയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറിന്റെ. തിരുവനന്തപുരം കാലങ്ങളായി ഭരിച്ചിരുന്ന CPM-ൽ നിന്നും ബി.ജെ.പി ഇത്തവണ പിടിച്ചെടുത്തതോടെ ഒരു കാര്യം മനസ്സിലായി. ഇന്ന് പിടിച്ചോ, ഞങ്ങൾക്ക് വേണ്ട എന്ന മട്ടിലാണ് ആര്യ രാജേന്ദ്രനും ടീമും തിരുവനന്തപുരം നഗരസഭ കഴിഞ്ഞ 5 വർഷക്കാലം ഭരിച്ചത് എന്നത്. അല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് നഗരത്തിന്റെ ഹൃദയഭാഗത്ത് ഭരണസിരാ കേന്ദ്രമായ സെക്രട്ടേറിയറ്റിന്റെ തൊട്ട് മൂക്കിന് താഴെ സ്പാ എന്ന ബോർഡിന് പിന്നിൽ നടന്ന ഞെട്ടിക്കുന്ന ഇടപാടുകൾ ഉണ്ടായത്? കഴിഞ്ഞ ദിവസം ഈ സ്പായുമായി ബന്ധപ്പെട്ട ഗുണ്ടാ വിളയാട്ടം നടന്നപ്പോഴാണ് കാര്യങ്ങളുടെ കിടപ്പുവശം പൊതുജനം അറിയുന്നത്. അതോടെ ആ സ്പാ അടച്ചുപൂട്ടാനുള്ള ഉത്തരവുമായി ബി.ജെ.പി മേയർ തന്നെ രംഗത്തെത്തി. എന്നാൽ അവിടെയാണ് ആ വലിയ ട്വിസ്റ്റ് സംഭവിക്കുന്നത്. ഈ ക്രോസ് മസാജിംഗ് സെന്റർ കഴിഞ്ഞ തവണ തെരഞ്ഞെടുപ്പിൽ വരെ മത്സരിച്ച ബി.ജെ.പി നേതാവിൻ്റെതാണ് എന്ന് തെളിയുകയാണ്. അതാണ് പറഞ്ഞത്, ആര്യ രാജേന്ദ്രനും ടീമും ഇത്രയൊക്കെ ആയിട്ടും തന്റെ മൂക്കിൻ തുമ്പിലുള്ള സ്പാ എന്തുകൊണ്ട് അടച്ചില്ല എന്ന്. ഇവിടെയാണ് സന്ദീപ് വാര്യർ ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെ മുഖം മൂടി വലിച്ചു കീറുന്നതും. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനും ബി.ജെ.പിയുടെ പ്രമുഖ സംസ്ഥാന നേതാവുമായ ഷൈൻ ലാലാണ് ഈ വിവാദ സ്പായ്ക്ക് പിന്നിലെന്ന വെളിപ്പെടുത്തലാണ് സന്ദീപ് വാര്യർ ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. ഇങ്ങനെ സന്ദീപ് വാര്യർ രംഗത്തെത്തിയതോടെ ബി.ജെ.പി പാളയത്തിൽ വലിയ വിവാദമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നതും. തിരുവനന്തപുരത്ത് സ്പർശൻ സ്പാ വിവാദം പുതിയ തലത്തിലേക്ക് എത്തുകയാണ്. പാങ്ങോട് സ്വദേശിയായ മനോഹരൻ എന്നയാളുടെ പേരിലാണ് സ്പാ പ്രവർത്തിച്ചിരുന്നത്. എന്നാൽ ഇത് വെറും ഒരു പേരല്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ബി.ജെ.പി നേതാവ് ഷൈൻ ലാൽ തന്റെ പിതാവിന്റെ പേരായി സത്യവാങ്മൂലത്തിൽ നൽകിയിരിക്കുന്നതും ഇതേ മനോഹരൻ എന്നാണ്. ഇത് വെറും ഒരു യാദൃച്ഛികതയുമല്ല, മറിച്ച് നിയമത്തിന്റെ കണ്ണിൽ പൊടിയിടാനുള്ള നേതാവിന്റെ തന്ത്രമായിരുന്നു എന്നാണ് ആരോപണം. നഗരസഭയുടെ ലൈസൻസ് ഇല്ല, അനുമതിയില്ല, എന്നിട്ടും അതീവ സുരക്ഷയോടെ പ്രീമിയം സൗകര്യങ്ങളിൽ ഇവിടെ നടന്നത് എന്തൊക്കെയാണ് എന്നത് ദുരൂഹമായി തുടരുകയാണ്. ഇത് രാജീവ് ചന്ദ്രശേഖറിന് മേയർ രാജേഷ് കൊടുത്ത പണിയാണ് എന്നാണ് സന്ദീപ് വാര്യർ ഫേസ്ബുക്കിൽ കുറിച്ചത്. സദാചാര വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് കൂട്ടുനിന്ന നേതാവിനെ സംരക്ഷിക്കുന്നതിലൂടെ രാജീവ് ചന്ദ്രശേഖറിനും ഇപ്പോൾ പ്രതിക്കൂട്ടിലാവുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് ബി.ജെ.പിക്ക് ഹാപ്പി എൻഡിംഗ് ആയിരിക്കില്ല എന്ന സന്ദീപിന്റെ വാക്കുകളിൽ ഒളിഞ്ഞിരിക്കുന്നത് വരാനിരിക്കുന്ന വലിയ പൊട്ടിത്തെറികളുടെ സൂചനയുമാണ്. തൃക്കണ്ണാപുരത്ത് കൗൺസിലറാകാൻ കൊതിച്ച RSS പ്രവർത്തകൻ ആനന്ദ് തമ്പിയുടെ ദാരുണമായ ആത്മഹത്യക്ക് പിന്നിലും ഈ നേതാവിന്റെ കരങ്ങൾ ഉണ്ടായിരുന്നു എന്ന് അന്നേ വാർത്തകൾ ഉണ്ടായതാണ്. ആനന്ദിന് സീറ്റ് നിഷേധിച്ചതിന് പിന്നിൽ ഷൈൻ ലാലിന്റെ കുതന്ത്രങ്ങളായിരുന്നു ഇത്രേ. അന്ന് ഒരു യുവാവിനെ മരണത്തിലേക്ക് തള്ളിവിട്ട കർമ്മഫലമാണ് ഇപ്പോൾ സ്പാ രൂപത്തിൽ നേതാവിനെ തേടി എത്തിയിരിക്കുന്നത് എന്ന് വിശ്വസിക്കുന്നവരും അതേ പാർട്ടിയിലുണ്ട്. ഇത്രയൊക്കെ നടന്നിട്ടും പോലീസ് അനങ്ങുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. പരാതിക്കാരെ സ്വാധീനിച്ച് കേസ് ഒത്തുതീർപ്പാക്കാൻ വമ്പൻ സ്രാവുകൾ അണിയറയിൽ കളിക്കുന്നുണ്ട് എന്ന വിവരവുമുണ്ട്. കാട്ടാക്കടയിലോ അരുവിക്കരയിലോ സ്ഥാനാർത്ഥിയാകാൻ കുപ്പായം തയ്ച്ചിരുന്ന നേതാവിനെ സ്പാ വിവാദം പിടിച്ചുലയ്ക്കുമ്പോൾ സദാചാര ക്ലാസ് എടുക്കുന്നവർ തന്നെ ഇത്തരം കേന്ദ്രങ്ങൾ നടത്തുന്നതിലെ വൈരുദ്ധ്യവും ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്.